ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണെന്ന് തന്നെ പറയേണ്ടി വരും. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് അവർ വിശേഷിപ്പിക്കുമ്പോഴും പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയിരിക്കുന്നത് കൊലക്കേസ് പ്രതികളും ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തിയവരുമാണ് എന്ന കാര്യം ഞെട്ടിക്കുന്ന സത്യം തന്നെയാണ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ നിരോധിച്ച് തരീഖ് റഹ്മാന്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നടത്തിയ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരിൽ പ്രധാനികൾ 3 പേരാണ്. ലുത്ഫൊസമാൻ ബാബർ, അബ്ദുസലാം പിന്റു, ATM അസഹുൽ ഇസ്ലാം. ഇവർ സാധാരണ രാഷ്ട്രീയക്കാരല്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴുമരം കാത്തുകിടന്നവരാണ്. മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ കുറ്റവിമുക്തരാക്കി അഴിച്ചുവിട്ടതോടെയാണ് ഇവർ ജനപ്രതിനിധികളായി മാറിയിരിക്കുന്നത്. 2004 ഷെയ്ഖ് ഹസീനെ കൊല്ലാൻ ഗ്രനേഡ് എറിഞ്ഞ കേസിലെ പ്രതിയാണ് ലുത്ഫൊസമാൻ ബാബർ. ഇയാൾ 1.6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ സാഹചര്യമാണിത്. വാരണാസിയിലും ഡൽഹിയിലും സ്ഫോടനങ്ങൾ നടത്തിയ പാക് ഭീകര സംഘടനയായ ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമിക്ക് സഹായം നൽകിയ വ്യക്തിയാണ് ഇപ്പോൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുസലാം പിന്റു. അതുപോലെ 1971 വിമോചന യുദ്ധകാലത്ത് 1200 പേരെ കൊലപ്പെടുത്തിയതിനും 13 ബലാത്സംഗ കേസുകളിലും വധശിക്ഷ ലഭിച്ച ATM അസഹുൽ ഇസ്ലാമും ഇനി നിയമനിർമ്മാണ സഭയിലുണ്ടാകും. ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യയുടെ വിശ്വസ സുഹൃത്തിനെ പുറത്താക്കി മുഹമ്മദ് യൂനസ് വഴിവെട്ടിക്കൊടുത്തത് തരീഖ് റഹ്മാനും കൂട്ടർക്കുമാണ്. യൂനസ് സർക്കാർ വരുത്തി വെച്ചതിനേക്കാൾ വലിയ വിപത്താണ് തരീഖ് റഹ്മാന്റെ വരവോടെ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. ഇന്ത്യ വിരുദ്ധത മുഖമുദ്രയാക്കിയ ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഭരണകൂടം അയൽപ്പക്കത്ത് ശക്തി പ്രാപിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം പാകിസ്ഥാനെ പോലെ ഇവർ നേരിട്ടടിക്കാനായിരിക്കില്ല ശ്രമിക്കുന്നത്, പകരം പിന്നിൽ നിന്നായിരിക്കും, ഭീകരപ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കും ഇന്ത്യയെ അടിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിൽ ജനാധിപത്യം തിരിച്ചു വന്നു എന്ന് അവർ ആഘോഷിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യ ലക്ഷ്യമിടുന്ന കൊടും കുറ്റവാളികളുടെ പുനരധിവാസമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.